വിദ്യയും എല്ലാം തന്നെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ആ ഒരു രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. സമയം, പ്രത്യേകിച്ച് സമയനിഷ്ഠ, ഈ കുട്ടികളുടെ പരിപാടിയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വീക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഈ 2025-26 വാർഷികാഘോഷം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ജയ് ഭാരത്. ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ സ്കൂളിൻ്റെ ഈ പ്രദേശത്തുള്ള, അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാവ് കൂടിയായിരുന്ന MT വീരാൻകുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെയൊക്കെ കരുത്തനായ പ്രസിഡന്റ് അബൂബക്കർ മാഷ്, അതുപോലെ അധ്യക്ഷൻ ഹസന്, മറ്റു ബൗജ റഫീഖ്, സലീന, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നീണ്ട 23 വർഷം ആയി നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ മകനൊക്കെ ഫസ്റ്റ് ബാച്ചിൽ ആയിരുന്നു ഇവിടുന്ന് കഴിഞ്ഞു പോയത്. ഫസ്റ്റ് ബാച്ചിലായിരുന്നു എൻ്റെ മോന്. ഇപ്പം എൻ്റെ മോൻ മാഷാണ്. അൽഹംദുലില്ലാ, അതിനൊക്കെ തുടക്കം ഇവിടെ നിന്നാണെന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ വിലയിരുത്തുന്നത്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് മത്സരമാണ്, വിദ്യാഭ്യാസം മത്സരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ഉന്നതിയിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും കാഴ്ചപ്പാട്. അതിനിടയിൽ രാവിലെ മക്കളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വണ്ടിക്ക് കയറ്റി വിട്ട് തിരിച്ചെത്തോളം മക്കളെ വളരെ സ്നേഹത്തോടെ, നമ്മൾ രക്ഷിതാക്കൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ അധ്യാപകർ നമ്മുടെ മക്കളെ ഓരോ സ്ഥാപനത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലവരൊക്കെ നേരം വെളുത്തിട്ട് ആ മക്കളെ സ്കൂൾക്കാക്കിയാൽ നമുക്ക് കുറേ ബാധ്യത കഴിഞ്ഞല്ലോ എന്നുള്ള ധാരണയുള്ള ആൾക്കാരാണ്. അതൊരു ബാധ്യത ആക്കി നമ്മൾ എടുക്കാതെ നമ്മുടെ മക്കളെ കാര്യത്തിന് വേണ്ടിയാണ് ഇവർ അധ്വാനിക്കണമെന്നുള്ള ബോധം നമുക്ക് വേണം. എല്ലാവരും നല്ല വിദ്യാഭ്യാസത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഊറ്റടച്ചിരുന്നു. അതുകൊണ്ടാണ് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസയ്ക്ക് വേണ്ടി നമ്മുടെ 2ാം വാർഡ് മെമ്പർ ബഹജ റഫീഖിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുള്ള ഹസൻ, അതുപോലെ ഈ സ്കൂളിൻ്റെ ചെയർമാനായിട്ടുള്ള ആൾ, അതേപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ബഹുമാന്യനായ കിടൂറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ഇതിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള സ്വാഗതം ആസ്വദിച്ചിട്ടുള്ള നൗഷാദ് ലവി സാറ്, മറ്റു എൻ്റെ പ്രിയങ്കരിയായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലീന ഹസൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അവരുടെ രക്ഷിതാക്കളായിട്ട് എത്തിയിട്ടുള്ള സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നല്ല ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ്. നമ്മളുടെ കുട്ടികളുടെ കലാപരിപാടികൾ വീക്ഷിക്കാൻ വേണ്ടി സന്തോഷപൂർവ്വം എത്തിയിട്ടുള്ള രക്ഷിതാക്കളാണ്. അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും നമുക്ക് നല്ല പങ്ക് വഹിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ മക്കളെ സ്വഭാവ രൂപീകരണം വരിക. അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്മാർ നല്ല രീതിയിൽ ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനത്തിലെ അധ്യാപകർ നല്ല രീതിയിൽ കുട്ടികളെ
എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം അവരുടെ കായിക ഏത് മേഖലയിലാണ് അവർക്ക് കഴിവുള്ളത് വെച്ചാൽ ആ പ്രതിഭകളെ ആ കഴിവ് ആ മേഖലയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാനും ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മത്സര ബുദ്ധിയോടുകൂടെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അതോടൊപ്പം അവർക്ക് നല്ല സ്വഭാവ രൂപീകരണത്തിനും അതോടൊപ്പം തന്നെ അവർക്ക് നല്ല പുരോഗതി ഉന്നതിയിലെത്താനുള്ള കഴിവും അവർക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായി ആശംസക്ക് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ രക്ഷിതാവുമായ സെലീന സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഹിറ പബ്ലിക് സ്കൂളിൻ്റെ ഈ വാർഷിക ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു വിദ്യാലയം എന്നത് ഒരു നാടിൻ്റെ തന്നെ ഹൃദയമാണ്. അത് നമുക്കറിയാം, വെറും പാഠപുസ്തകം പകർന്നു നൽകൽ മാത്രമല്ല, അവിടെ നിന്ന് ശീലം, അതുപോലെ തന്നെ ബഹുമാനം, ദയ, മൂല്യങ്ങൾ, സാമൂഹിക സംസ്കാരം, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം പഠിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഹിറ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മികമായ മൂല്യങ്ങൾ കൂടി കുട്ടികൾക്ക് പകർന്നു നൽകുന്ന ഒരു വിദ്യാലയമാണെന്നത് എൻ്റെ മക്കൾ ഇവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം സ്കൂളിന് ഇത്തരം മികവുകൾ ഉണ്ടാവാൻ തന്നെ നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപകതര ജീവനക്കാരും അതുപോലെ നമ്മുടെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം പൂർണ്ണമായ സപ്പോർട്ടോടു കൂടി മാത്രമേ ഇങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇത്തരം സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ സ്കൂളിനെ നമുക്ക് ഇനിയും മികവുറ്റ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും അകമഞ്ഞ സഹകരണവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാർഷികത്തിന് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് K. അബ്ദുൾ റഷീദ് സാഹിബ്. എല്ലാവർക്കും സർവേശ്വരൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ KV ഹസൻ, ഉദ്ഘാടനം ചെയ്ത കീഴ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് 2002 സ്ഥാപിതമായ ഹിറ പബ്ലിക് സ്കൂൾ. അതിൻ്റെ വാർഷിക പരിപാടികൾ എല്ലാ വർഷവും നടന്നു വരുന്നതിൻ്റെ ഭാഗമായി ഈ വർഷവും ആഘോഷിക്കുകയാണ്. ഇവിടെ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഞാനൊരു ചെറിയ പോയിൻ്റ് മാത്രം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയും പ്രമുഖനുമായിരുന്ന അബ്രഹാം ലിങ്കൻ അമേരിക്കൻ ഐക്യനാടുകളുടെ USA പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം തൻ്റെ മകളുടെ അധ്യാപികക്ക് കത്തെഴുതിയ ഒരു കത്ത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കുട്ടി എന്നേക്കാൾ കൂടുതൽ നിങ്ങളുമായിട്ടാണ് ഇടപഴകുന്നത്. എൻ്റെ മകൾ, അവൾ ആരാവണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. എൻ്റെ മകൾ, അവർ നാളെ ഈ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളർത്തുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നാളത്തെ ഭാവിക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു സംഘത്തെയാണ്
ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞാനിത് പറയുന്നത് ഹിറ പബ്ലിക് സ്കൂൾ അതിൻ്റെ തുടക്കം മുതൽ ഉയർത്തി വന്ന ഒരു മൂല്യമുണ്ട്.